ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ട് അയില പൊള്ളിക്കാനുള്ള സാധനങ്ങളാണ്. ഇതാ കുറച്ച് സവോള, കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി, തക്കാളി, വേപ്പിൻ്റെ ഇല, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, കുറച്ച് തേങ്ങാപ്പാൽ, കുറച്ച് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മീനും പൊള്ളിക്കണ പോലെ തന്നെയാണ് അയിലയും പൊള്ളിക്കുക. ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ആക്കി ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊള്ളിച്ച് കഴിച്ചു പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ആദ്യം സവോള ഇട്ടിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. പിന്നെ ചെറിയ ഉള്ളി കൂടുതൽ ടേസ്റ്റ് ഇട്ടാൽ കൂടുതൽ ഇടേണ്ടത് അതാ. സവോള കുറച്ചിട്ടാൽ മതി, കൂടുതൽ ചെറിയ ഉള്ളി ഒക്കെ കൂടി ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റാൻ വെക്കാം നമുക്ക്. അപ്പോൾ അതിൽ നമ്മൾ സാധാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് അവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക അതില. അപ്പോൾ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഉള്ളിയും ഇതൊക്കെ ഒന്ന് വഴണ്ട് വരണം. അപ്പോൾ ഒരുവിധം വഴന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതക്കി വെച്ചതുണ്ട്, പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചതുകൊണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം വഴണ്ട് വരുന്ന വരെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഒരുവിധം വഴണ്ട് വന്നതിന് ശേഷം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ഇതൊക്കെ നല്ല വഴന്ന് വന്നിട്ട് നല്ലൊരു ഗ്രേവി പോലെ ആയി വരണം. അപ്പോൾ വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതാ നല്ല വാടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതാ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ള, ഒരു കളറിന് വേണ്ടിയിട്ട്. കാരണം പച്ചമുളക് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർക്കട്ടെ. ഞങ്ങൾ എരിവ് കുറച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരട്ടെ, അതുവരെ ഇറക്കി കൊടുക്കുക ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഒന്നുകൂടി നല്ല സോഫ്റ്റായിട്ട് നല്ല ഒതുങ്ങി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് നല്ലപോലെ അടച്ച് ഒരു 5 മിനിറ്റും കൂടെ വേവിച്ച് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അതാണ് ഒരു വിധമൊക്കെ വെന്ത് ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ പാകമായി വന്നിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, നല്ല കട്ടിപ്പാൽ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇനി അതിൽ ഇതിൽ കിടന്നിട്ടൊന്ന് മസാലയിൽ കിടന്നിട്ടൊന്നുണ്ട് തിളച്ച് വറ്റി കിട്ടണം. കൂടുതൽ ടൈമൊന്നും വേണ്ട, ഒരു 2 മിനിറ്റ് എന്നിട്ട് തീ ഓഫ് ചെയ്യാം നമുക്ക്. ഉണ്ടാവും. അപ്പോൾ അത് നല്ല ശരിയായി വന്നിട്ടുണ്ട്. ഉപ്പ് കുറവുണ്ടായിരുന്നത് ഒരു ഉപ്പും കൂടെ ഇട്ട് അപ്പോൾ ഒരു ഇല വാട്ടി കൊടുന്നിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കേണ്ട ഈ മസാല. തേങ്ങാപ്പാലും ഇതൊക്കെ കൂടിയും ചെല്ലുമ്പോഴാട്ടോ നല്ലൊരു ടേസ്റ്റ് വരുന്ന മസാലക്ക്. അപ്പോൾ ഇതാ ഫ്രൈ ചെയ്ത അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും മസാല നന്നായിട്ട് വരട്ടി കൊടുക്കുക. അങ്ങനെ നമ്മൾ എത്ര അയിലാണോ അങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ അത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും മസാല വരട്ടി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് പൊതിഞ്ഞ് കെട്ടി കൊടുക്കട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ പൊള്ളിക്കണ പരിപാടി. സിമ്പിളാണ്. മസാല ഒന്ന് പാകാവുന്ന ടൈമേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ പാനിൽ ഒരു തുള്ളി വെളിച്ചെണ്ണ വെറുതെ ചട്ടിയിലൊന്ന് വെക്കുക, അത് മാത്രം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊതിഞ്ഞ് വെച്ചതൊക്കെ വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാലിൻ്റെയും മസാലൻ്റെയും ഒക്കെ കൂട്ടയിൽ നല്ലോണം ഒന്ന് പിടിച്ച് വന്നാൽ നല്ല സൂപ്പറായിട്ടോ. അത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടെ തിരിച്ചും വെച്ച് കൊടുക്കുക. 2 സൈഡും ഒരുപോലെ വേവിച്ചെടുക്കുക. കുറച്ച് കഴിയുമ്പോൾ
അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമുക്ക് മറ്റേ സൈഡും കൂടി ഒന്ന് മറിച്ച് വെക്കാം. അത് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറിനാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ചോറ് എടുക്കുന്നുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ബീൻസ് തോരൻ വെച്ചിട്ടുണ്ട്. എടുത്ത് ഇനിയിപ്പോൾ കൈപ്പക്ക മുളകിട്ടതാട്ടോ. വേറെ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഈ അയിലത്തെ മസാല തന്നെ ഇവിടെ അധികം കറി ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അയിലത്തെ മസാല തന്നെ ഉണ്ടാവും അത്യാവശ്യത്തിന്. പിന്നെ കൈപ്പക്ക മുളകിട്ടൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കറികൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് അയില പൊള്ളിച്ചതും എൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.